നമസ്കാരം. ഗുഡ്നസ് ടി വിയുടെ ചോസൺ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചോസണിൽ നമ്മളോടൊപ്പം ചേരുന്നത് മിഷണറീസ് ഓഫ് ചാരിറ്റി സഭാ സമൂഹാംഗമായ സിസ്റ്റർ അനില MC ആണ്. കഴിഞ്ഞ 50 വർഷമായി സിസ്റ്റർ ഈശോയ്ക്ക് വേണ്ടി മിഷണറീസ് ഓഫ് ചാരിറ്റി സഭാ സമൂഹാംഗമായി സേവനം ചെയ്തു വരികയാണ്. വിശുദ്ധ മദർ തെരേസയോടൊപ്പം സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള സിസ്റ്റർ അന്ന് മദർ തെരേസയോടൊപ്പം സേവനം ചെയ്തപ്പോൾ തനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ തുറന്നു പറയുകയുമാണ്. നമുക്ക് സിസ്റ്ററിനെ ഈ ഒരു എപ്പിസോഡിലേക്ക്, ചോസൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, സ്വാഗതം. സിസ്റ്ററിനെ സംബന്ധിച്ചോളം ഇപ്പോൾ 50 വർഷമായി സേവനം ചെയ്യുന്നു. വിശുദ്ധ മദർ തെരേസയോടൊപ്പം സിസ്റ്റർ സേവനം ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പേർക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് ഒരു വിശുദ്ധയോടൊപ്പം സേവനം ചെയ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ലഭിക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത് വളരെ ഭാഗ്യം ചേർന്നാണ്. സിസ്റ്റർക്ക് ഇന്ന് ആ ഒരു ഭാഗ്യമുണ്ട്. സിസ്റ്റർ, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ് സേവനം ചെയ്യുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് സിസ്റ്റർ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ഇപ്പോൾ മധ്യപ്രദേശ് ഉജ്ജയിനിൽ എന്ന സ്ഥലത്ത് 3 വർഷമായി അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഇൻഡോർ, ഛത്തീസ്ഗഡ് പല സ്ഥലങ്ങളിൽ, പിന്നെ മധ്യപ്രദേശ് 3-4 മഠങ്ങളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഉജ്ജയിനിൽ എന്തായി അവിടെ? ഞങ്ങൾക്ക് കുട്ടികളല്ല, പക്ഷെങ്കിൽ അനാഥരായ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട 70-75 മഹിളകളുണ്ട്. അവരുടെയാണ് ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം. പിന്നെ ഫാമിലി വിസിറ്റിംഗ് ഉണ്ട്, പിന്നെ ഹോസ്പിറ്റൽ വിസിറ്റിംഗ്, ഹോസ്പിറ്റൽ വിസിറ്റിംഗ്, ഇതാണ് ഞങ്ങളുടെ മുഖ്യ ഇപ്പോൾ സിസ്റ്റർ ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഒരു ജൂബിലി ആയതുകൊണ്ട് നാട്ടിലേക്ക് വന്നതാണോ? അതെ, ജൂബിലി ഞങ്ങൾക്ക് അതിന് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ എത്ര വർഷമായി നാട്ടിൽ വന്നിട്ട്? ഞാൻ 10 വർഷത്തിൽ ഒന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് 10 വർഷത്തിൽ ഒന്നാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള എന്നാ പറയുന്നത് ഹോളിഡേ ആയിട്ട് പറയാൻ പറ്റുന്ന അതേ ഉള്ളൂ. ഒരു 10 വർഷത്തിൽ ഒന്ന്. പക്ഷേ ഇത് ജൂബിലി അനുസരിച്ച് ഞങ്ങൾക്ക് എക്സ്ട്രാ ഒരു വർഷം വരാം. ഒരു ഇതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം എന്തായിരുന്നു വന്നത്? 5 വർഷം മുമ്പ്. 5 വർഷം മുമ്പ് വന്നായിരുന്നു. ഇപ്പം ജൂബിലി ആയതുകൊണ്ട് ഈ വർഷം സിസ്റ്ററിന് വരാൻ സാധിച്ചു. സിസ്റ്റർ, ഇപ്പം ഇങ്ങനെ ജൂബിലി ആകുമ്പോൾ സിസ്റ്റർ 1970 അല്ലേ? ആ ഒരു ഇയറിലാണ് സിസ്റ്റർ 73 മുതലാണ് സിസ്റ്റർ ജൂബിലി വർഷം. ആ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയിലേക്ക് പോകാൻ ഇടയായ സാഹചര്യം എന്താണ്? കൂടുതലായിട്ട് തന്നെ മാതാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച പ്രാർത്ഥന ആയിരുന്നു ഏറ്റവും കൂടുതൽ. സന്ധ്യാപ്രാർത്ഥന, അതുപോലെയുള്ള പള്ളിപ്പോക്ക്, ഇതൊക്കെ ചാച്ചനും അമ്മയും ഏറ്റവും കൂടുതൽ അവർ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ പഠിച്ചു വന്നത്. അതുപോലെ സന്ധ്യാപ്രാർത്ഥനയും പ്രാർത്ഥനയിൽ വീട്ടിൽ ഉള്ള പ്രാർത്ഥനയൊക്കെ ഒരു പിന്നെ ഇതായിരുന്നു, സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ അച്ഛൻ വീട്ടിൽ അപ്പോൾ അതനുസരിച്ച് തന്നെ സ്കൂളിലാണെങ്കിലും ഞാൻ പഠിച്ച മുഴുവനും സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിലാണ്, ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിലാണ് പഠിച്ചത്. അപ്പം മുതൽ ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു, ഒരു മിഷണറി ആയിട്ട് എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരാഗ്രഹം, ചെറിയൊരാഗ്രഹം ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ അധ്യക്ഷനായിട്ടിരുന്ന ഫാദറിൻ്റെ അടുക്ക പോയി ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുകയും ഫാദർ ചെറിയ പുസ്തകങ്ങൾ, മാഗസിൻസൊക്കെ തരും. കൂടുതലും വിവരം അറിയുന്നത് ഫാദറിൽ നിന്നാണ്. പക്ഷേ ഞങ്ങളോട് പറഞ്ഞു ചൂസ് ചെയ്യാനായിട്ടുള്ളത് ആണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ എനിക്ക് അന്നും ഫാദർ ഒത്തിരി മദറിനെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്, മദർ തെരേസയെക്കുറിച്ച്. അപ്പോൾ അതായിരുന്നു കൂടുതലും ഒരു പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളത്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചത്.
അന്ന് സ്കൂളിൽ പഠിക്കുന്ന ഇത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പോയിരുന്നില്ല അല്ലേ? അപ്പം അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ആഗ്രഹം സിസ്റ്ററിൻ്റെ ഉള്ളിൽ വന്നു? അതിന് മുമ്പുണ്ടായിരുന്നു പല പ്രാവശ്യങ്ങളും. പക്ഷേ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരിത് വന്നു. പക്ഷേ ഫൈനൽ കഴിഞ്ഞപ്പം 1 വർഷം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചൂസ് ചെയ്തത്. അന്ന് വീട്ടിൽ ആരൊക്കെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് സിസ്റ്ററിന്റെ കൂടെയുള്ളവർ? മൈ ഫാദർ ആൻഡ് മദർ, പിന്നെ ആങ്ങളമാർ. എനിക്ക് ഞങ്ങൾ 3 പേരാണ്. 3 പേര്, 2 ആങ്ങളമാർ. അവർ ഇങ്ങോട്ട് താമസിക്കും. ഞങ്ങൾ 3 പേരുവേ ഉണ്ടായിരുന്നു. 3 മക്കളാണ്, അതിനകത്ത് ഒരു പെണ്ണാണ്. ലാസ്റ്റ് വൺ, ഏറ്റവും ഇളയ അല്ലേ? അപ്പൊ 2 ആങ്ങളമാർക്കും കൂടിയുള്ള ഒരു അനിയത്തിയാണ്. അപ്പൊ അന്ന് ഈ ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റിയിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം വീട്ടിൽ പറഞ്ഞു. ആ സമയത്ത് എന്തായിരുന്നു? ഒരേ ഒരു പെണ്ണുള്ളൂ, വീട്ടുകാർ സമ്മതിച്ചു, ആങ്ങളമാരൊക്കെ സമ്മതിച്ചു. പക്ഷേ എൻ്റെ ഇച്ഛാച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ആള് പിന്നെ ഏറ്റവും കൂടുതൽ ദൈവഭക്തി എന്നുള്ള ഒരാളാണ്. അത് തന്നെയല്ലേ എന്നോട് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും, യു ചൂസ് യുവർ ലൈഫ്, you are responsible for your life, so there is no other way. We don't force you for anything, but you choose your own life. That was this one. അതുകൊണ്ട് എതിരായിട്ട് പിന്നെ ചാച്ചൻ എന്നോട് പറഞ്ഞിട്ടില്ല. സിസ്റ്റർ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ വാക്ക്, ഇങ്ങനെയാണ് പറഞ്ഞത്. യു ചൂസ് യുവർ ലൈഫ്. പഠിക്കണോ പോകണോ, പഠിക്കാൻ പോ, കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പോക്കോ, ഏത് വേണമെങ്കിലും ചെയ്യുന്നതെന്ന് നിൻ്റെ ഇഷ്ടം. ഓക്കെ. അപ്പം ഇത് ഞാൻ ചൂസ് ചെയ്ത് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലായിരുന്നു അന്നേരം. കൂടുതലും ഇതായിരുന്നു മടത്തി പോകുക, ആ ഒരു ഇതായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ മഠത്തിലേക്ക് പോകാൻ നമുക്ക് ഇവിടെ കേരളത്തിൽ നാട്ടിൽ തന്നെ ഒരുപാട് കോൺഗ്രിഗേഷൻസ് ഉണ്ട്, നമ്മുടെ ചുറ്റും ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊന്നും പോകാണ്ട് ഇങ്ങനെ ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണെങ്കിൽ സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ടൊറൻഡോ പിന്നെ FCC ചേരാനായിട്ട്, അത് ക്ലാരിസ്റ്റ് ചേരാനായിട്ട് പറഞ്ഞു. പക്ഷേങ്കിൽ എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, ഇല്ല കേരളത്തിൽ എവിടെയെങ്കിലും വേണ്ട, അപ്പോൾ പുറത്ത് പോകണം. മിഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരിയൊക്കെ ഈ മിഷണറീസ് വരുമല്ലോ. ഭരണങ്ങാനത്തിൽ ഒരു വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും ആരെങ്കിലും സന്ദർശിച്ചുകൊണ്ടിരിക്കും. അവരവരുടെ പിന്നെ ഇതെല്ലാം പറയുമായിരുന്നു, പിന്നെ അവരെ പറ്റിയുള്ളതും അവരുടെ സേവനങ്ങളെ പറ്റിയും എല്ലാം പറയും. ഒരു കാരണവും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും പുറത്തോട്ട് എവിടെയെങ്കിലും പോയി പാവങ്ങളുടെ ഇടയിൽ പോയി ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. കേട്ടറിവ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഒരു കോൺഗ്രിഗേഷൻ മാത്രം. അപ്പോൾ എങ്ങനെയാ അത് കോൺടാക്ട് ചെയ്തത്? അവരെ കോൺടാക്ട് ചെയ്യുന്നത് അച്ഛൻ തന്നു അഡ്രസ്സ്. ഓക്കെ. ഈ അച്ഛൻ തന്നെ അഡ്രസ്സ് തന്നു, എന്നിട്ട് എഴുതാൻ പറഞ്ഞു. അതേപോലെ ഞങ്ങൾ ഞാൻ എഴുതിയിട്ടപ്പോൾ അതിൻ്റെ മറുപടി മലയാളി ഉണ്ടല്ലോ സിസ്റ്റേഴ്സ്, അപ്പം അവർ എഴുതിയിട്ടു. അന്നേരം വരുന്നത് അന്നേരം വാട്ട് യു കോൾ വൊക്കേഷൻ പ്രൊമോഷൻ. അപ്പോൾ അവിടെ പാലായിൽ എല്ലാ വർഷവും എന്ന് പറഞ്ഞ പോലെ സിസ്റ്റേഴ്സും ഫാദേഴ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നായിരുന്നു പാലായിൽ. അപ്പോൾ അവിടെ വെച്ചാണ് പിന്നെ അവരെഴുതിയിട്ടു ഇന്ന സമയത്ത് ഇന്ന തീയതി ഈ സമയത്ത് വരാനുള്ളത്. അപ്പോൾ അവിടെ ഞാൻ ചെന്നു. അന്നേരം കൊടുത്ത് എൻ്റെ ഈ ചാച്ചനും ഉണ്ടായിരുന്നു. അന്നേരം ആദ്യമായിട്ട് ഈ സിസ്റ്റേഴ്സിനെ കാണുന്നത്. നേരെ സിസ്റ്റേഴ്സുമായിട്ട് പരിചയപ്പെട്ടു, എല്ലാം വർത്താനം എല്ലാം ടേക്ക് ഇൻ്റർവ്യൂ നോ. ദെൻ ആഫ്റ്റർ ദാറ്റ് പിന്നെ പോകുന്നത്. ഈ അന്ന് ഈ സമയത്ത് ഇപ്പം നമുക്കറിയാം മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് നമ്മുടെ കേരളത്തിലെ മറ്റ് മഠങ്ങളെ പോലെയല്ല, കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ വീടുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ 10 വർഷത്തിൽ ഒരിക്കൽ കാണാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം 1 വർഷം കൂടുമ്പോഴൊക്കെ സിസ്റ്റേഴ്സിൽ വരാൻ സാധിക്കും. അത് 10 വർഷത്തിൽ ഒരിക്കലേ വീട്ടിൽ വരാൻ പറ്റുള്ളൂ, വീട്ടുകാരെ കാണാൻ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു സിസ്റ്റർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും. ഇതാണ് പിന്നെ പോവർട്ടി എന്ന് പറഞ്ഞാൽ അത് റിയലി അന്ന് വളരെ ഇതായിരുന്നല്ലോ. മദറും പ്രസിദ്ധി ആയില്ലല്ലോ അന്നേരം. അത് വെരി ഇത്രയ്ക്കും 1970 മദർ അത്രയും ആയിരുന്നല്ലോ. ഇല്ല, 78 നോബൽ പ്രൈസ് കഴിഞ്ഞപ്പോഴാണ് മദർ കൂടുതലായിട്ടും. എല്ലാവർക്കും അറിയാം മദറിനെ പറ്റി എന്ന് വരികിലും ഒരു
ഇത് കൂടുതലായിട്ടും പ്രസക്തി വന്ന് 78 കഴിഞ്ഞിട്ടാണ്. ഇത് 70-ലായിരുന്നു ആ സമയത്ത്. ഓക്കെ. അപ്പോഴും പിന്നെ ഇതുപോലെ പല സംഗതികളിലും എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അനുസരിച്ച് മറ്റുള്ള കോൺഗ്രിഗേഷനെ അനുസരിച്ച് ഇതൊരു പാവപ്പെട്ടതായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞപ്പോഴും സിസ്റ്റർ ഓക്കെ ആയിരുന്നു? ഇത് വീട്ടിൽ ഒന്ന് പറഞ്ഞായിരുന്നോ ഇങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ അവിടുത്തെ? ചാച്ചനോട് അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ആങ്ങളമാർക്ക് അറിയത്തില്ല, പക്ഷെ അവർ രണ്ടുപേരും വേറെയാണല്ലോ. പക്ഷേ ഇച്ചാച്ചനോടും അമ്മയോടും പറഞ്ഞു. അപ്പോൾ വേറെ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിരുന്നു? നേരത്തെ കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും വേറെയായി. ഓക്കെ. അപ്പോൾ ഒരു സിസ്റ്റർ മാത്രമുള്ള സമയത്താണ് സിസ്റ്റർ പോകുന്നത്. അപ്പോൾ അപ്പനും അമ്മയെ നോക്കാനൊക്കെ ആയിട്ട് ആരും ഉണ്ടാവുമെന്ന് ചിന്തിച്ചില്ല? ഇല്ല, ചിന്തിച്ചില്ല. ആങ്ങളമാർ രണ്ടുപേരില്ലേ, അവർ നോക്കണ്ട, അവരുടെ കർത്തവ്യമാണ്. അങ്ങനെയാണ് പോകുന്നത് അല്ലേ? പോകുന്നതിനെ പറ്റി ആ സമയത്ത് എന്തായിരുന്നു മദറിൻ്റെ കൂടെ അല്ലെങ്കിൽ മദർ തെരേസയുടെ കൂടെ സേവനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കേട്ട് അറിവുള്ള മദറിനെ കുറിച്ച് സ്നേഹത്തോടെ അങ്ങനെ പോകാൻ വേണ്ടിയായിരുന്നോ കൂടുതലും മിഷണറി സ്റ്റാറ്റിലേക്ക് ആ സമയത്ത് എടുത്ത തീരുമാനം? അന്നത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ പിന്നെ പാവങ്ങളുടെ ഇടയിൽ ആയിരുന്നു. അതായിരുന്നു ഏറ്റവും കൂടുതൽ ഉള്ള. പിന്നെ സെക്കൻഡറി ഇതിങ്ങ മദർ ഒരു വിശുദ്ധിയാണെന്നുള്ളത് അന്ന് തന്നെ ജീവിക്കുന്ന വിശുദ്ധിയാന്ന് പറഞ്ഞിരുന്നു എല്ലാവരും അല്ലേ? പിന്നെ അച്ഛൻ തന്നെ പറയുമായിരുന്നു ജീവിക്കുന്ന വിശുദ്ധിയാണ്. അച്ഛനിൽ നിന്നാണ് കൂടുതലും മദറിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ദാരിദ്ര്യം പുൽകാനായിട്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി സിസ്റ്റർ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു അല്ലേ? അതിനുശേഷം എങ്ങനെയായിരുന്നു? ഇപ്പൊ എവിടെയായിരുന്നു? കൊൽക്കത്തയിൽ വെച്ചായിരുന്നു? കൽക്കത്തയിൽ വെച്ച് 2 വർഷം. സ്റ്റാർട്ടിങ് കൊണ്ടുപോയത് കൽക്കത്തയ്ക്കായിരുന്നു? അല്ല, സ്റ്റാർട്ടിങ് 1 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മദ്രാസ് റോയപുരം. അപ്പോൾ ആ 1 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം, വേണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അതിനും കൂടിയുള്ള സമയമാണ് അത് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ കൽക്കട്ട നോവിഷേറ്റിലേക്ക് കയറുന്നത്. അപ്പം പോരണമെന്നുണ്ടെങ്കിൽ പോരാ, കണ്ടിന്യൂ ചെയ്യാം, അല്ലാതെ ഒരു ഫോഴ്സ് അല്ല, ഒരു ഫോഴ്സും ഇല്ല. ഈ ഫോർമേഷൻ ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു ലൈഫ്? പിന്നെ ടൈം ടേബിളൊക്കെ സ്ട്രിക്റ്റ് ആണ്. എങ്ങനെയായിരുന്നു അതിന്റെ? പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ടൈം ടേബിളിന് ഒരു യാതൊരു കുറവും അന്നത്തെ പോലെ തന്നെ ഇന്നും വെരി സ്ട്രിക്റ്റ് ആണ്. അതിൽ 4:40 ഗെറ്റപ്പ് അറ്റ് 4:40. പിന്നെ ദെൻ മാസ്, മെഡിറ്റേഷൻ, ബ്രേക്ക്ഫാസ്റ്റ്, അതങ്ങനെ ഓരോ ജോലിയിലേക്ക് പോകും. അങ്ങനെ അത് ആ സമയത്തും അതേപോലെ സേവനമായിരുന്നു. അതിനുശേഷം കൊൽക്കത്തയിൽ നോവിഷേറ്റിന് വന്നു. അപ്പോഴാണ് മദറായിട്ട് കാണുന്നത്. മദറിനെ കാണുന്നത് മദറുമായിട്ട്. ആദ്യമായി വീട്ടിൽ നിന്ന് പോയതിനു ശേഷം എത്ര വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്? 1 വർഷം മദ്രാസിലായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് അയൽവക്കംകാരൊക്കെ പറയാൻ തുടങ്ങി, ഒരു പെണ്ണെ ഉണ്ടായിരുന്നുള്ള, അതിനെ കെട്ടിച്ചു വിടേണ്ട പൈസ മുടക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞു വിട്ടതാണെന്നുള്ളത്. ഇതൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ ചെവിയിലാണ് ഇത് ചെല്ലുന്നതല്ല. അമ്മ ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര പ്രയാസമായി. ദിവസവും ഇച്ചാച്ചനോട് പറയും, ദിവസവും അവർ രണ്ടുപേരും ഉള്ളതെന്ന് പറയും, ഏത് മനുഷ്യനിങ്ങനെ പറയുന്നു. അങ്ങനെ പല 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 ദിവസങ്ങളും തെറ്റായിരുന്നു. ഒരു ചാച്ചൻ എങ്ങനെ കേട്ട് എന്നപ്പോൾ ഒരു ദിവസം അച്ഛനോട് ചെന്ന് പറഞ്ഞു, ഈ അച്ഛനോട് തന്നെ എന്ന് പറഞ്ഞു, അച്ഛോ ഇങ്ങനെയാണ് മനുഷ്യരെല്ലാം പറയുന്നത്, അതുകൊണ്ട് എന്നതാ ചെയ്യുന്നത് എനിക്കറിയത്തില്ല അച്ഛോ, എന്നാ ചെയ്യണമെന്നുള്ളത് എനിക്കറിയത്തില്ല, അച്ഛനൊന്ന് പറഞ്ഞു എന്ന് അച്ഛനോട് ഇന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അതൊക്കെ മനുഷ്യരൊക്കെ പലതും പറയല്ലേ, അതിനെന്നെ ഇരിക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ല. ചാച്ചൻ പറയുന്നതാണ് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ എൻ്റെ വീട്ടുകാരത്തിയാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛൻ അങ്ങനെ 2-3 പ്രാവശ്യം ചെന്ന് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ ഞാൻ മദ്രാസിലായിരുന്ന സമയത്ത് സിസ്റ്റേഴ്സിനോട് സംസാരിച്ച് പിന്നെ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പറഞ്ഞത് ഇങ്ങനെയാണ്, പറഞ്ഞു ഒരു 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾക്ക് അനുവാദമില്ല പോകാനായിട്ട്, എന്ന് വരിയിൽ സിസ്റ്റർ നോക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ പറയും, അമ്മയ്ക്ക് സൂക്കേടാ. അങ്ങനെ പറഞ്ഞ് അച്ഛൻ എന്നെ ഒരു സിസ്റ്ററിൻ്റെ കൂട്ടത്തിൽ ചങ്ങനാശ്ശേരി വരെ കൊണ്ടുവന്നു. അവിടെ ഈ ചാച്ചൻ വന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് സംഗതി മനസ്സിലാകുന്നത് ഇതാണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നാട്ടുകാർ പറയുന്നു സിസ്റ്റർ ആ സമയത്ത് കേട്ടപ്പോൾ എന്താ പറഞ്ഞ വീട്ടുകാരോട്? ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പൂർത്തിയാവും,
പക്ഷേ ഞാൻ തിരികെയല്ല, ഞാൻ പോയിരിക്കുന്ന വഴിയിൽ ഞാൻ തിരികെയല്ല. അതായിരുന്നു ഞാൻ ചാച്ചനോടും അമ്മയോടും പറഞ്ഞത്. അന്നേരം എൻ്റെ ഈ ചാച്ചൻ എന്നോട് പറഞ്ഞിരിക്കുന്നതാണ്, പിന്നെ ദൈവം അറിയാതെ കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. അത് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എഴുത്തുപുള്ളിയുടെ എന്തെങ്കിലും ഞാൻ പറയുകയാണെന്ന് വരികയില്ല. ദൈവം അറിയാതെ കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. അതായിരുന്നു ഏറ്റവും കൂടുതലുള്ള വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വഹിക്കും. നേര് പറഞ്ഞത് സത്യത്തിൽ അതാണ്. എന്നുവെച്ചാൽ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വഴിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കാണും. അതില്ലാത്ത ഒരു വഴിയാണെങ്കിൽ അല്ല നമുക്ക്. പക്ഷെങ്കിൽ അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ ശക്തി, എൻ്റെ കോഓപ്പറേഷനും രണ്ടും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കുന്നു. ഇവിടെ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസം തിരിച്ചു പോയി? വീട്ടിൽ വന്ന് 8 ദിവസം. 8 ദിവസം നിന്നു. 8 ദിവസം നിന്നു. അത് കഴിഞ്ഞ് അവർ വന്നോ കൊണ്ടുപോകാൻ? ഇല്ല, വീട്ടിൽ നിന്ന് മൂത്തയാങ്ങളെ, അന്നേരമാണ് മൂത്തയാങ്ങളെ അറിയുന്നത്. മൂത്തയാങ്ങളെ കൂട്ടി എന്നെ മദ്രാസിലേക്ക് തിരിച്ചു വിട്ടു. അതിനുശേഷം പിന്നെ വരുന്നത് 9 വർഷം കഴിഞ്ഞ്. 9 വർഷം കഴിഞ്ഞിട്ട്, അതായത് സിസ്റ്റർ ആയി കഴിഞ്ഞതിന് ശേഷമാണ്? ആയി കഴിഞ്ഞതിൻ്റെ 9ാം വർഷം. സിസ്റ്റർ ആയി കഴിഞ്ഞാൽ 9ാം വർഷമാണ് പിന്നെ വരുന്നത്. 72, പിന്നെ വരുന്നത് 79. ഓക്കെ, 2 വർഷം കൊണ്ട് നമുക്ക് ഫൈനൽ അങ്ങനെ എടുക്കാവോ? അങ്ങനെയാണോ ഫൈനൽ എടുക്കാം? അല്ലല്ല, നോവിഷേറ്റ് 2 വർഷം. 2 വർഷം, ഓക്കെ. പിന്നെ ഫസ്റ്റ് ഹൗസ് അന്നേരം അല്ലേ, നോവിഷേറ്റ് കഴിഞ്ഞാണല്ലോ ഫസ്റ്റ് ഹൗസ്. ഫസ്റ്റ് ഹൗസ് കഴിഞ്ഞ് 6 വർഷം കഴിയുമ്പോഴാണ് പിന്നെ ഫൈനൽ ഹൗസ്. അപ്പോൾ 6, 3, 9, 10ാം വർഷം. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞാൽ അപ്പോൾ സിസ്റ്റർ ആകുമ്പോഴൊന്നും വീട്ടുകാരും ഉണ്ടാവില്ല? വന്നിട്ടില്ല. ആരെ വിളിക്കില്ല? വിളിക്കാൻ വേണമെങ്കിൽ വരാൻ പറ്റും, പക്ഷെങ്കിൽ ഇവിടുന്ന് ആരും വന്നില്ല. അങ്ങനെ അവിടെ വെച്ച് സിസ്റ്റർ ആയി കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് അല്ലേ? ആയി കഴിഞ്ഞാണ് വരുന്നത്. എങ്ങനെയായിരുന്നു ആ ദിവസത്തെ വല്ല ഓർക്കുന്നുണ്ടോ? ഈ വീട്ടുകാരുടെ എങ്ങനെയായിരുന്നു 9 വർഷത്തിന് ശേഷം ഈ ഒരു വേഷത്തിൽ ഇങ്ങനെ വരുമ്പോൾ? അത് തീർച്ചയായിട്ടും ഇല്ലേ, അത് ഒരു ഇത് എന്തായിരുന്നു വീട്ടിൽ വന്നപ്പോൾ ഒരു അനുഭവം? എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷം. ചാച്ചനും അമ്മയ്ക്കും അതുപോലെ തന്നെ ആങ്ങളമാർക്കാണെങ്കിലും സന്തോഷമുണ്ട്. പക്ഷേ ഈ ആങ്ങളെ എന്നോട് പോകുന്നതിന് മുമ്പേ തന്നെയാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ചേരുന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഈ മഠത്തിൽ, ഇവിടുന്ന് കേരളത്തിലുള്ള ഏതെങ്കിലും മഠത്തിൽ വന്നാലും ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒന്ന് കാണാമല്ലോ. അത് ഈ ആങ്ങളെ പറഞ്ഞിട്ടാണ്. പക്ഷേ മൂത്ത ആങ്ങളെ ഇല്ല, നിൻ്റെ ഇഷ്ടം. അത് പിന്നെ 2 പേർക്കും എല്ലാവർക്കും തന്നെ സന്തോഷമായിട്ടുള്ളത്. ഈ വീട്ടിൽ വന്ന് കയറുമ്പോൾ, ഇപ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് പോരുമ്പോഴായാലും ആ ഒരു 9 വർഷം കഴിഞ്ഞിട്ട് വീട്ടുകാരെ കാണുന്നു, അതും പുതിയൊരു വേഷത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റർ ആയതിനു ശേഷം കാണുന്നു, അവരെന്തായിരിക്കും, അവരുടെ പ്രതികരണം എന്തായിരിക്കും? അങ്ങനെ ആ ഒരു അനുഭവത്തിൽ ഒന്ന് കൂടുതലൊന്ന് പറയാൻ പറ്റും എന്തെങ്കിലും? അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ വരുന്ന വഴിയൊക്കെ ആ സമയത്ത്? എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നുള്ളതുള്ള മാത്രം, അതല്ലാതെ കൊണ്ട് പ്രത്യേകതയായിട്ടുള്ള. ചാച്ചനോ അമ്മയൊക്കെ എന്തെങ്കിലും എന്താ പറഞ്ഞിരുന്നു അന്ന് ആദ്യമായിട്ട് വരുമ്പോൾ? അന്നത്തെ ആദ്യത്തേത് ഞാൻ ഓർക്കുന്നില്ല എന്താണെന്നുള്ളത്. എന്ന് വലിയ സന്തോഷമായിരുന്നു. എല്ലാം ദൈവത്തെ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിരുന്നു. ഞാനിത് കൂടുതൽ ചോദിച്ചു പറഞ്ഞില്ല, ഇപ്പം നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ മറ്റ് കോൺഗ്രസ് സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഓരോ വർഷം കൂടുമ്പോൾ വരാം, അവരുടെ ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ വരാം, നോവിഷേറ്റ് കഴിയുമ്പോൾ വരാം. സിസ്റ്റർ ആകുമ്പോൾ ആ ഫസ്റ്റ് വേവ് അല്ലെങ്കിൽ ഫൈനൽ വേവ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആഘോഷമായിട്ടാണ് നടത്തുന്നത്, വീട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത്രമാത്രം വീടുമായിട്ടൊരു മിസ്സിങ് അത്ര ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിപ്പോൾ 9 വർഷം കഴിഞ്ഞ് കാണുന്നതാണ്. അത് നാച്ചുറലി 9 വർഷം കാണാത്തവരെ എന്ന് പറഞ്ഞ പിള്ളേരൊക്കെ ആണെങ്കിൽ തന്നെ വലിയ പിള്ളേരായിട്ട്. പിന്നെ അന്നത്തെ കാലത്ത് ഇന്ന് പിന്നെ വീഡിയോ കോളും കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളുണ്ട്. അന്ന് പിന്നെ അങ്ങനത്തെ സൗകര്യങ്ങളും വളരെ കുറവാണ്. ഫോൺ കോൾ പോലും കൂടി ഇല്ല. എഴുത്തിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും എഴുത്തിലൂടെ തന്നെ അറിയണം. എഴുത്തിലൂടെ എല്ലാം സംസാരിച്ചിരുന്നു വീട്ടിലെ കാര്യങ്ങൾ. എല്ലാ മാസവും അത് ഞങ്ങൾക്ക് 1 മാസത്തിൽ ഒന്നേ ഉള്ളു അനുവാദമുള്ളു വീട്ടിലോട്ട് വിടാനായിട്ട്. അവർക്ക് അയക്കാൻ പറ്റും. വീട്ടിലേക്ക് അയക്കാനായിട്ട് 1 മാസത്തിലൊന്ന് ഒരു എഴുത്ത് മാത്രം. ഈ മദർ തെരേസനെ ആദ്യമായിട്ട് എന്നാണ് കണ്ടത്, നേരിട്ട് കണ്ടത് എന്നാണ്? ആ ഒരു സമയം ഓർക്കുന്നുണ്ടോ? അന്നത്തെ അനുഭവം ഒന്ന് പറയും. 71 ഇത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു പിന്നെ 60 പേരുണ്ടായിരുന്നു ഞങ്ങൾ സിസ്റ്റേഴ്സ്, പിന്നെ ജോയിൻ ചെയ്യാനുള്ളവർ. ചെല്ലുമ്പം ഇപ്പോഴും ഓർക്കുന്നുണ്ട് മദർ ഗേറ്റിൻ്റെ വാതിൽക്ക് നിൽക്കുന്നത്.
ഗേറ്റിൻ്റെ വാതിൽക്ക് മദറിനറിയാൻ വേറുള്ളവരാണ് വന്ന് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പം മദർ എങ്ങനെ നോക്കി നിൽക്കുന്ന പിന്നെ വണ്ടി വരുന്ന ഇതിൽ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് മദർ ഒന്ന് നിങ്ങളെ നോക്കിയിരിക്കും നോക്കി. അതും പിന്നെ കൃത്യമായിട്ട് ഒരു ചെറിയ ഒരു ഗേറ്റ് വാതിലാണ്, പക്ഷേ അവിടെ നിന്നോണ്ട് മദറിനെ അറിഞ്ഞു ബസ് വന്നു ഓൾറെഡി പിന്നെ ഔട്ട് സൈഡിൽ. അന്നേരം മദർ വന്ന് ഞങ്ങളെ നോക്കി ഓരോരുത്തരെയും ബ്ലെസ്സിങ് തന്ന് ഓരോരുത്തരെ അകത്തെടുത്തത്. അങ്ങനെ എടുത്തതല്ലേ? ഞങ്ങൾ 70-80 പേരുണ്ടായിരുന്നു. അന്ന് പ്രതീക്ഷിച്ചിരുന്നു മദർ ഇങ്ങനെ? മദർ അന്ന് ആണല്ലോ, മദറിനെ കാണാൻ വേണ്ടി ഒരു സന്തോഷത്തോടെയല്ല പോകുന്നത്. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ അത് കഴിഞ്ഞേച്ച് പിന്നെ മദർ എല്ലാവരെയും കൂട്ടി, എല്ലാവരെയും കൂടി ഒരുമിച്ചിരുത്തി പിന്നെ ഭക്ഷണം കഴിക്കുന്നത് എല്ലാം. അന്ന് എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ അവിടെ ആ ഒരു മഠത്തിൽ? ഞങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് 60 പേര്. അവിടെ എത്ര സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? 400 നോവിഷേറ്റ് അല്ലേ, 400-500 പേരുണ്ടായിരുന്നു അന്നേരം. നോവിഷേറ്റിന് മാത്രമായിട്ടാണോ അതോ പിന്നെ സിസ്റ്റേഴ്സും നോവിസസും എല്ലാവരും കൂടി ഫസ്റ്റ് ഇയർ നോവിസ്, സെക്കൻഡ് ഇയർ നോവിസ്, പ്രൊഫസ്ഡ് സിസ്റ്റേഴ്സ് ഒക്കെ കൂടി അബൌട്ട് 400 പേര് അത്രയും സിസ്റ്റേഴ്സ് ഉള്ളപ്പോഴാണ് നിങ്ങൾ 60 പേർക്ക് വേണ്ടി സിസ്റ്റർ അവിടെ ഗേറ്റിന്റെ അവിടെ വന്ന് കാത്തു നിന്നത് അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ എവിടെ എന്നാലും ഞങ്ങൾ ആദ്യം വരുമ്പോഴേ മദറിൻ്റെ അടുക്കൽ ആദ്യം ചെല്ലുന്നത്. അങ്ങനെ നമുക്ക് എപ്പോഴാണെങ്കിലും മദർ നിങ്ങൾക്ക് കാണാനുള്ള എല്ലാ സൗകര്യമുണ്ട്. മദർ ഒരിക്കലും ഒരു ഇതില്ല, അവിടെ വരാന്തയിൽ അവിടെ കാണും. അല്ലെങ്കിൽ മദറിൻ്റെ റൂമിൽ ഒരു ചെറിയ റൂം, നിങ്ങളൊക്കെ പോയിട്ടില്ലല്ലേ? ഇല്ല പോയിട്ടില്ല. മദറിൻ്റെ ആ ഒരു ചെറിയ ഇതിൻ്റെ ഇത്രയേ ഉള്ള റൂം, അതിൻ്റെ അകത്തൊരു കട്ടിലുണ്ട്, ഒരു മേശയുണ്ട്, അതാണ് മദറിൻ്റെ റൂം. അതിൽ എല്ലാവരെയും പിന്നെ സിസ്റ്റേഴ്സ് കാണാൻ ചെല്ലുന്നവരെയാണെങ്കിലും മദർ അവിടെ വെച്ച് അവിടെ വന്ന് ഓരോരുത്തരുടെ അടുത്ത് മദറിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കാണാൻ പോകുമല്ലോ. ഈ അത്ര എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മേശയും കട്ടിലിടാനുള്ള സ്പേസ് അല്ലേ ഉള്ളൂ, വേറെ ഒന്നിനുള്ള സൗകര്യമില്ല. ഓക്കെ, അതിപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് പ്രിസർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയിരുന്ന് കാണാം. എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? മദറുമായിട്ട് സിസ്റ്റർ എന്തെങ്കിലും സംഭാഷണത്തിൽ മദറിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ? ഒരു പർട്ടിക്കുലർ തിങ് ഞാൻ പിന്നെ എൻ്റെ അമ്മ 88 എൻ്റെ അമ്മ മരിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ പിന്നെ ആസാമിലായിരുന്നു ആ സമയത്ത്. അപ്പം മദർ പിന്നെ പെർമിഷൻ ചോദിച്ച്, മദറിനോട് ഡയറക്റ്റായിട്ട് ചോദിച്ചില്ല, റീജിയണൽ സുപ്പീരിയേഴ്സ് ഉണ്ടല്ലോ അവരോട് ചോദിച്ചു. അന്നേരം സിസ്റ്റർ പറഞ്ഞു ആട്ടെ നോക്കട്ടെ, ഞാൻ മദറിനോട് പറഞ്ഞോളാം, നീ വരാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് ആസാമിൽ നിന്ന് കൽക്കട്ടായി വന്നു കഴിഞ്ഞപ്പം പിന്നെ അന്നേരം ഒത്തിരി സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു മദറിനെ കാണാനായിട്ട് നിൽക്കുന്നത്. എങ്കിലും മദറിനെ വിളിച്ച് എവിടുന്നാണ് വരുന്നത്, എങ്ങനെയാണ് എല്ലാ സംഭവങ്ങളും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ സൂക്കേട് കൂടുതലായിട്ട് എന്നുള്ള വീട്ടിൽ നിന്ന് അറിയിച്ചു. മദർ എന്നെ വിടുവോ അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നു. അന്നേരം മദർ 10-15 മിനിറ്റ് നേരെ എന്നെ ഇരുത്തി കുറേ വഴക്ക് പറഞ്ഞു, കുറച്ച് നല്ലതായിട്ട് പറഞ്ഞു. പിന്നെ വീട്ടിൽ പോന്നപ്പം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ പോകുന്നത്, ഇത് 10 വർഷം കഴിഞ്ഞേ പോകാനുള്ള അങ്ങനെ ഓരോന്നും എല്ലാം പിന്നെ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു മദർ. അത് കഴിഞ്ഞേച്ച് പിന്നെ അവസാനം മദർ പറഞ്ഞു, ഇത് നല്ല സ്നേഹത്തോടുകൂടി തലോടിക്കൊണ്ട് തന്നെ മദർ പറഞ്ഞു സാരമില്ല, അത് ഓഫർ ഇറ്റ് ടു ജീസസ്, ദാറ്റ് ഈസ് വാട്ട് ജീസസ് വാണ്ട്സ് ഫ്രം യു ഗോ ബാക്ക്. തിരിച്ചു വിട്ടു എന്നെ ആസാമിലോട്ട് തിരിച്ചു വിട്ടു. പക്ഷേ അന്നേരം ഒത്തിരി പ്രയാസം തോന്നി എന്ന് വരിയിലും അതൊരു ഇതായിട്ട് എടുത്തു, ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ഞാൻ എടുത്തത്. കണ്ടില്ല മദറിന് പോരാനും പറ്റിയില്ല, മമ്മി മരിക്കുകയും ചെയ്തു. അറിഞ്ഞില്ല ആ സമയത്ത്, അത് കഴിഞ്ഞാണ് അറിയുന്നത്. ലെറ്ററിൽ കൂടിയാണ് അറിയുന്നത്. സുഖേടാന്ന് കൂടുതലാന്നൊക്കെ പറഞ്ഞ് ആദ്യം അവർ എഴുതിയായിരുന്നു. ഈ നോഷെറ്റ് കാലഘട്ടത്തിൽ അവിടെ ആയിരുന്നല്ലോ, മദർ തെരേസയുടെ കൂടെ ആയിരുന്നു. അപ്പൊ ഈ മദർ തെരേസ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെ അപ്പൊ അത് കൂടെ നിങ്ങളും ചെയ്തിട്ടുണ്ടോ? മദർ കൂട്ടതി എവരി സൺഡേ മദറിന് പർട്ടിക്കുലർ അവിടെ പോയി കാലിക്കട്ട്. അതൊന്നും പറഞ്ഞാലൊന്നും ഇതില്ല, എന്നു വെച്ചാൽ കണ്ട് സംഭവിച്ചാലെന്നേ അറിയത്തുള്ളൂ. അതുപോലെയുള്ള രോഗികളാണ് അവിടെ ഉള്ളത്. അവരെ ശുശ്രൂഷിക്കാനായിട്ട് മദർ ആയിരിക്കും ആദ്യം കൈയെടുക്കുന്നത്. ഞങ്ങൾ 8 ആകുമ്പോൾ മദർ ഹൗസിൽ നിന്ന് പോകും. അവിടെ ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ മദറും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. 10 സെൻറ്ററിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ തന്നെ ഈ കാലിക്കട്ട് എന്ന് പറഞ്ഞ സ്ഥലം രോഗികൾക്കായിട്ടുള്ളത്, അനാഥ ഡൈയിങ് ഡെസ്റ്റിറ്റ്യൂട്ട്, അതാണ് ആ സ്ഥാപനം. അവിടെ അങ്ങോട്ട് മദറിൻ്റെ കൂട്ടത്തിൽ മദർ ഞങ്ങൾ ഒരുമിച്ച്
പോവും. എന്നിട്ട് മദർ തന്നെ ആദ്യമേ തുടങ്ങും. മദർ ആദ്യം ചെല്ലുന്നത് ക്ലീൻ ആക്കുന്നതാണ്. ടോയ്ലറ്റ്സ് ഇതെല്ലാം ക്ലീൻ ആക്കാനായിട്ടാണ് ആദ്യം. അത് കഴിഞ്ഞേ ഉള്ളു പിന്നെ ഞങ്ങളെ അത് കണ്ടു കഴിഞ്ഞാലേ പറയത്തുള്ളൂ. പറഞ്ഞ സ്ഥിതി മദർ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം പോകും, ആദ്യമേ തന്നെ. എന്നിട്ട് ചിലപ്പോൾ തന്നെ വർക്കേഴ്സൊന്നും ഇല്ല അന്നേരം. മദർ തന്നെ ആദ്യം ചെന്ന് ചൂലും എടുത്ത് തുടങ്ങും. ബാത്റൂം ആദ്യമേ ചെയ്യുന്ന ബാത്റൂം. അത് കഴിഞ്ഞേ ഉള്ളു പിന്നെ ബാക്കിയുള്ള. അന്നേരം പിന്നെ ഞങ്ങളെ വിളിക്കുക. അത് കഴിഞ്ഞ് ആദ്യത്തെ ആ സെറ്റ് മദർ ഇപ്പം പറയുകയാണെങ്കിൽ കൗഷഡ് എങ്ങനെയുണ്ടായിരിക്കും, അത് ഒരു ഒറ്റ വാക്കി പറഞ്ഞാൽ അതായിരിക്കും ആ സ്ഥിതി. ബാത്റൂമിലെ അവസ്ഥ, ബാത്റൂമിൻ്റെ അവസ്ഥ. അത് മദർ തന്നെ ചെന്ന് ഇതുകൊണ്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളെ വിളിക്കുള്ളൂ. അത് എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്തേച്ച് പിന്നെ ഞങ്ങളോട് വരും പറയാനായിട്ട്, ഫിനോയിലിട്ടും പിന്നെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. അതായത് അത്രയും രോഗികളായതുകൊണ്ട് തന്നെ അത്രയും വൃത്തികേടായിരിക്കും അല്ലേ, എല്ലാം പുറത്തുണ്ടാവും ആ സമയത്ത്. ഇത് മദർ തന്നെ എല്ലാം ഒറ്റയ്ക്ക് നിങ്ങളാരും വിളിക്കാണ്ട് തന്നെ ചെയ്യും. അതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ചെല്ലുന്ന സമയമല്ലേ എന്ന് പറഞ്ഞാൽ അധികം എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഇത് 1 വർഷം 2 വർഷമൊക്കെ ആവുന്നേ ഉള്ളൂ. നർസിന് അത്രയും ഇതില്ല. അതുകൊണ്ട് മദർ തന്നെ ആദ്യം ചെയ്തിട്ടേ ഉള്ളൂ നിങ്ങൾ വിളിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ പിന്നെ ബാക്കി ക്ലീൻ ചെയ്ത് നിങ്ങൾ ഓർത്തുകാനായിരിക്കും മദറിൻ്റെ ജേർണലിസ്റ്റ് യൂസ് ടു ആസ്ക് മദർ വാട്ട് വിൽ ബി ആഫ്റ്റർ യു വൺസ് യു ആർ നോ മോർ ദെൻ വാട്ട് വിൽ. മദർ പറഞ്ഞ ഉത്തരം എന്തായിരുന്നു? ഐ നോ ഹൗ ടു ക്ലീൻ ദ ടോയ്ലറ്റ്. ചോസൺ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇത്ര നേരം മിഷണറീസ് ഓഫ് ചാരിറ്റി സഭാ സമൂഹത്തെക്കുറിച്ചും മദർ തെരേസയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ അനിലയാണ്. സിസ്റ്ററിൻ്റെ ഈ ഒരു ജീവിതാനുഭവങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ എപ്പിസോഡ് കൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത എപ്പിസോഡിൽ തുടരും. നന്ദി.